ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വർഷൽ CMA മലയാളം. നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സേഷൻ്റെ CMA ഇൻ്റർ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ഇൻഡയറക്റ്റ് ടാക്സേഷന് കുറേ ലെക്ചർ വീഡിയോസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെക്ചർ വീഡിയോസൊക്കെ പഠിക്കുന്നതിനോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളതിൻ്റെ MCQs പഠിക്കുക എന്നുള്ളത്. മൊത്തം 25 മാർക്ക്, 100-ൽ 25 മാർക്ക് നമുക്ക് MCQസിനാണ് വരുന്നത്. ആ 25 മാർക്കിൽ 20 MCQ നമുക്ക് GSTയിൽ നിന്നും ബാലൻസ് ഉള്ള 5 MCQ നമ്മുടെ കസ്റ്റംസ് ലോയിൽ നിന്നുമാണ് വരുന്നത്. അപ്പോൾ ആ 20 MCQ GSTയിലുള്ള 20 MCQയിൽ ഓൾമോസ്റ്റ് ഒരു 14 or 15 നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഷുവറാണ് നമ്മൾ GSTക്ക് പാസ്സാവുന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ മറ്റ് പ്രോബ്ലംസും ബാക്കി റൂൾസൊക്കെ പഠിക്കുന്നത് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് MCQന് കൊടുക്കുന്ന പഠനം. അതുകൊണ്ട് നിങ്ങൾ അതിന് കുറച്ച് കോൺസെൻട്രേഷനൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വർക്ക് ബുക്ക് ഉണ്ട്. സോ ഇൻഡയറക്റ്റ് ടാക്സേഷൻ്റെ റിവൈസ്ഡ് വർക്ക് ബുക്കിൽ നമ്മൾ കുറച്ച് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന MCQs നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ആ MCQസും ആൻസേഴ്സും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് മനസ്സിലാവും. കാരണം വീണ്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങളിപ്പോൾ MTP ചെയ്ത് നോക്കുന്ന ടൈമിലാണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ഉള്ളിൽ നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ മറ്റു പഠനം, അതായത് GSTയുടെ ബാലൻസ് എല്ലാ പോർഷൻസും പഠിക്കുന്നത് പോലെ MCQസിനും ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് സ്റ്റഡി നോട്ട് 1 and 2-ലെയാണ്. ഇൻട്രൊഡക്ഷനിലെയും ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ടാക്സിലെയും MCQസും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും മാച്ച് ദി ഫോളോയിങ് ട്രൂ ഓർ ഫോൾസും നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻട്രൊഡക്ഷൻ ഓഫ് GST മെയിൻലി റീപ്ലേസ് ദി, അതായത് നമ്മുടെ GST ഇൻട്രൊഡ്യൂസ് ചെയ്തത് താഴെ പറയുന്ന ഏതിനെയാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നതെന്നാണ്. ഓപ്ഷൻ A VAT, ഓപ്ഷൻ B കസ്റ്റംസ് ആക്ട്, ഓപ്ഷൻ C മിനിമം വേജസ് ആക്ട്, ഓപ്ഷൻ D ഇൻകം ടാക്സ്. നമുക്ക് അഫ്കോഴ്സ് നമുക്കറിയാവുന്ന കാര്യമാണ്, കസ്റ്റംസ് ആക്ട് നമുക്കുണ്ട്. മിനിമം വേജസ് ആക്ടും GST തമ്മിൽ ഒരു ബന്ധമില്ല, അതും ഉണ്ട്. ഇൻകം ടാക്സും GSTയും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പോൾ ഇവിടെ ഒറ്റയാനായിട്ട് അല്ലെങ്കിൽ ഓഡ് വൺ ആയിട്ട് നിൽക്കുന്നത് വാറ്റാണ്. വാല്യൂ ആഡഡ് ടാക്സിനെയാണ് നമ്മുടെ GST എന്ത് ചെയ്തിരിക്കുന്നത്, റീപ്ലേസ് ചെയ്തിരിക്കുന്നത്, മെയിനായിട്ടും റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. വാറ്റ് മാത്രമല്ല, CSTയും CAD SAD എന്നൊക്കെ ഉള്ള ആക്ടുകളും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മെയിൻലി വാറ്റാണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഇൻട്രൊഡക്ഷൻ ഓഫ് GST മെയിൻലി റീപ്ലേസ് ദി വാറ്റ് ആക്ട്. ഓക്കെ, വാല്യൂ ആഡഡ് ടാക്സിൻ്റെ ആക്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, GST കെയിം ഇൻ ടു ഇഫക്റ്റ് ഫ്രം, എപ്പോഴാണ് നമ്മുടെ GST നമുക്ക് കെയിം ഇൻ ടു ഇഫക്റ്റ് ആയത്? ഓപ്ഷൻ A എന്ന് പറയുന്നത് 16th June 2017, ഓപ്ഷൻ B 15th August 2017, ഓപ്ഷൻ C 1st April 2017 ആൻഡ് ഓപ്ഷൻ D 1st July 2017. ഇതിൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ D ആണ്, 1st July 2017 ആണ്. അതായത് നമ്മുടെ GST ഇന്ത്യയിൽ ഇഫക്റ്റ് ആയ ഡേറ്റ് ആണ് 1st July 2017. നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 3-ൽ അതിൻ്റെ ആൻസർ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്തും കൂടെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ 8th September ഈ ഒരു GST കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ GST ആക്ട് കെയിം ഇൻ ടു ഇഫക്റ്റ് ആയത് 1st July 2017 തൊട്ടാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദി മേജർ അഡ്വാൻറ്റേജ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ടെക്സ്റ്റിൽ മെയിൻ അഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്. ആ അഡ്വാൻറ്റേജ് ഓരോന്ന് വായിക്കുമ്പോഴും നമുക്കറിയാം അത് എത്രത്തോളം ഇഫക്റ്റ് ആണെന്ന്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, പേ ടാക്സ് ഓൺ ഗുഡ്സ് ഇൻ വെരി ലോ റേറ്റ്. ഓപ്ഷൻ B, GST payer can adjust the amount with the income tax. Option C, removal of cascading effect of taxes, that is removal on taxes. Option D, shift the burden of paying tax to others. ഇത് വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ആ ഒരു അഡ്വാൻറ്റേജിൻ്റെ ഹെഡ് വായിച്ചൊരു കുട്ടിക്ക് റിമൂവൽ ഓഫ് കാസ്കേഡിങ് ഇഫക്റ്റ് ഓഫ് ടാക്സ്, ദാറ്റ് ഈസ് ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് GSTയിൽ വരുന്നില്ല. അതാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്ന അഡ്വാൻറ്റേജ്. സോ ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രസൻറ്റ് എലിജിബിലിറ്റി ഫോർ കോമ്പോസിഷൻ സ്കീം. ഇപ്പോൾ കോമ്പോസിഷൻ സ്കീമിൻ്റെ പ്രസൻറ്റ് എലിജിബിലിറ്റി എത്രയാണെന്നാണ്. തൽക്കാലം അമെൻമെൻറ്റ്സ് ഒക്കെ ഈ ഒരു അമെൻഡഡ് വർക്ക് ബുക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനകത്തും മാറ്റമൊന്നുമില്ല. ഓപ്ഷൻ A 75 lakh, ഓപ്ഷൻ B 1 crore, ഓപ്ഷൻ C 1.5 crore, ഓപ്ഷൻ D 2 crores. നമ്മളെപ്പോഴും ആ ലിമിറ്റ് പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ C ആണ്. 1.5 crore കൂടുതലാണെങ്കിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. 1.5 crore താഴെയാണെങ്കിൽ മാത്രമാണ് കോമ്പോസിഷൻ സ്കീം നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് GST അബോളിഷ്ഡ് ദി ഫോളോയിങ്. GST ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ താഴെ പറയുന്ന ഏതിനെയാണ് നമ്മൾ അബോളിഷ് ചെയ്തിരിക്കുന്നതെന്നാണ്.
ഓപ്ഷൻ എ ഒക്ട്രോയ്, ഓപ്ഷൻ ബി എൻട്രി ടാക്സ്, ഓപ്ഷൻ സി എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദി എബവ് ആണ്. കാരണം ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് ഒക്ട്രോയ്, എൻട്രി ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഇതൊന്നുമില്ല. ഇതിൻ്റെ എല്ലാം പ്ലേസിൽ നമുക്ക് വരുന്നത് GST ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ MCQസിന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മാച്ച് ദി ഫോളോയിങ് നോക്കാം. മാച്ച് ദി ഫോളോയിങ് നോക്കുമ്പോൾ കോളം എയും കോളം ബിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സാമിന് നിങ്ങൾ എഴുതുമ്പോൾ ജസ്റ്റ് കോളം എയിലെ 1ഉം കോളം ബിയിലെ ABC എന്നുള്ളതും മെൻഷൻ ചെയ്യാതെ ജസ്റ്റ് സമയമെടുത്ത് നിങ്ങളത് എന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു ശീലം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക. MCQ എന്നുള്ള രീതിക്ക് അത് ജസ്റ്റ് 25 മാർക്കല്ലേ ഉള്ളൂ എന്ന് ഓർത്ത് അതിനെ തള്ളിക്കളയരുത്. അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കോളം എയിൽ ഫസ്റ്റ് വൺ ഓഫ് ദി മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് GSTയുടെ മെയിൻ അഡ്വാൻറ്റേജ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോളം ബിയിൽ ഇതിന് മാച്ച് ആയിട്ടുള്ള എന്ത് ഐറ്റമാണ് നമുക്കുള്ളതെന്ന് നോക്കാം. ഓപ്ഷൻ എ നിൽ റേറ്റ് ഓഫ് ടാക്സ് ആണ്. നിൽ റേറ്റ് ഓഫ് ടാക്സ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് അല്ല. ദെൻ നെക്സ്റ്റ് മിസോറാം, ഓപ്ഷൻ ബി മിസോറാം ആണ്, മിസോറാമും അല്ല. ഓപ്ഷൻ സി എക്സംപ്റ്റഡ് ഫ്രം GST ആണ്, അതുമല്ല. ഓപ്ഷൻ ഡി ബിസിനസ് എൻറ്റിറ്റി ആണ്, അതുമല്ല. ഓപ്ഷൻ ഇ സപ്ലൈർ സർവീസ് ആണ്. ഓപ്ഷൻ എഫ് ടാക്സബിൾ സർവീസസ് ആണ്. ഓപ്ഷൻ ജി ഇൻക്രീസ്ഡ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. നമ്മുടെ ബിസിനസ് റൺ ചെയ്യാനായിട്ട് കുറേയും കൂടെ എളുപ്പമാണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, GST വന്നത് കഴിഞ്ഞപ്പോൾ. സോ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് GST ഈസ് ഇൻക്രീസ്ഡ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പോൾ ഫസ്റ്റ് കോളം എയിലെ 1ന് മാച്ച് ആയിരിക്കുന്നത് കോളം ബിയിലെ G ആണ്. ഇനി സെക്കൻഡ് കോളം എയിൽ വന്നിരിക്കുന്നത് GST വിൽ ബി എക്സ്റ്റെൻഡഡ് ടു ഹോൾ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിങ് ദി സ്റ്റേറ്റ് ഓഫ്. അതായത് GST ഇന്ത്യയിൽ മൊത്തം ഉണ്ട്, ഏത് സ്റ്റേറ്റും കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ. സാധാരണ ഇൻകം ടാക്സ് ആയിട്ടൊക്കെ പറയുന്ന ടൈമിൽ നമുക്ക് ജമ്മു ആൻഡ് കാശ്മീർ മിക്ക കേസുകളിലും എക്സംപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് പറയുക. പക്ഷേ GSTയിൽ അങ്ങനെയൊന്നുമില്ല. GSTയിൽ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റും ഇൻക്ലൂഡ് ചെയ്യും. സോ ഇൻക്ലൂഡിങ് ദി സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആണ് കോളം ബിയിലെ H ആണ് നമ്മുടെ ആൻസർ. ഇനി തേർഡ് കോളം എയിൽ വരുന്നത് യൂണിയൻ ടെറിട്ടറീസ് വിത്തൗട്ട് ലെജിസ്ലേച്ചർ ആർ. നമ്മൾ വിത്ത് ലെജിസ്ലേച്ചറും പഠിച്ചിട്ടുണ്ട്, വിത്തൗട്ട് ലെജിസ്ലേച്ചറും പഠിച്ചിട്ടുണ്ട്. വിത്തൗട്ട് ലെജിസ്ലേച്ചർ ഉള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതും കോളം ബിയിലെ ലാസ്റ്റ് കിടക്കുന്ന I ആണ്. ദദ്ര ആൻഡ് നാഗർ ഹവേലിയാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ആ ഒരു ഹെഡ്സും നിങ്ങൾ ആ യൂണിയൻ ടെറിട്ടറീസും നമ്മൾ പറയുന്നതിൻ്റെ ഡീറ്റെയിലൊക്കെ ഒന്ന് നോക്കി പഠിക്കണേ. ദെൻ നെക്സ്റ്റ് കോളം എയിൽ വരുന്നത് എനി ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ് വിച്ച് ഈസ് അപ്ലൈഡ് ടു അനദേഴ്സ് പേഴ്സൺസ് ഗുഡ്സ്. എനി ട്രീറ്റ്മെൻറ്റ് ഓർ പ്രോസസ് വിച്ച് ഈസ് അപ്ലൈഡ് ടു അനദേഴ്സ് പേഴ്സൺസ് ഗുഡ്സ്. മറ്റൊരാളുടെ ഗുഡ്സിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിനെയോ പ്രോസസ്സിനെയോ അപ്ലൈ ചെയ്യുന്നതിനെ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈറ്റിലൊന്നും ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം പറയുന്നില്ല. ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരിക്കലും സപ്ലൈ ഓഫ് ഗുഡ്സ് ആവില്ല, സപ്ലൈ ഓഫ് സർവീസ് ആയിരിക്കും അതിൻ്റെ ആൻസർ. കോളം ബിയിലെ E ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തത് റെസിഡ്യൂ ആൻഡ് വേസ്റ്റ് ഫ്രം ദി ഫുഡ് ഇൻഡസ്ട്രീസ് പ്രിപ്പയർഡ് ആനിമൽ ഫുഡർ. അതായത് ഫുഡ് ഇൻഡസ്ട്രീസിലെ വേസ്റ്റും അല്ലെങ്കിൽ ആനിമൽ ഫുഡറിൻ്റെയൊക്കെ വേസ്റ്റിൻ്റെ കാര്യമാണ്. ആ വേസ്റ്റിന് നമുക്ക് GST വരുന്നുണ്ടോ എന്നാണ് ചോദ്യം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് ലെവി ആൻഡ് കളക്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഈ കശാപ്പശാലയിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റുകളൊക്കെ എക്സംപ്റ്റഡ് ഫ്രം GST ആണ്. സോ ഓപ്ഷൻ സി, കോളം ബിയിലെ ഓപ്ഷൻ സി എക്സംപ്റ്റഡ് ഫ്രം GST ആണ് അതിൻ്റെ ആൻസർ. അടുത്തത് കോളം എയിലെ 6th ആണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രസാദ് സപ്ലൈഡ് ബൈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ അമ്പലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പള്ളിയിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രസാദം തരുമ്പോൾ അത് എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അതൊരിക്കലും എക്സംപ്റ്റഡ് സർവീസസ് അല്ല, പക്ഷെ നിൽ റേറ്റഡ് ആണ്. അതിന് 0 റേറ്റഡ് സപ്ലൈ ആണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ GSTയുടെ ഉള്ളിൽ വരുന്നുണ്ട്, പക്ഷെ അതിൻ്റെ റേറ്റ് 0 ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രസാദ് സപ്ലൈഡ് ബൈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോളം ബിയിലെ ഓപ്ഷൻ എ ആണ് ആൻസർ. നിൽ റേറ്റ് ഓഫ് ടാക്സ് ആണ്. അത് നിങ്ങൾ കാണുമ്പോൾ അത് എക്സംപ്റ്റഡ് സർവീസ് അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ഫ്രം GST എന്ന് എഴുതാൻ സാധ്യതയുണ്ട്, പക്ഷെ അതങ്ങനെ എഴുതരുത്. ആക്ച്വലി അതിന് GST ഉണ്ട്, പക്ഷെ അതിൻ്റെ റേറ്റ് 0 ആണെന്നാണ് അതിനർത്ഥം. ഓക്കെ, അതുകൊണ്ട് നിൽ റേറ്റ് ഓഫ് ടാക്സ് ആണ്. ദെൻ കോളം എയിലെ ലാസ്റ്റ് വൺ എനി പേഴ്സൺ ക്യാരിയിങ് എനി ബിസിനസ് നോൺ ആസ്. ഏത് പേഴ്സൺ ബിസിനസ് ക്യാരി ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ പറയുന്ന പേര് എന്താണ്? ഓപ്ഷൻ ഡി, കോളം ബിയിലെ ഓപ്ഷൻ ഡി ആണ് ബിസിനസ് എൻറ്റിറ്റി. എനി പേഴ്സൺ ക്യാരിയിങ് എനി ബിസിനസ് ഈസ് നോൺ ആസ് ബിസിനസ് എൻറ്റിറ്റി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫോൾസ് നോക്കാം. ട്രൂ ഓർ ഫോൾസ് നിങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഒരു പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് 2 ടൈം റീഡിംഗ് എങ്കിലും നടത്തണം. കാരണം ട്രൂ ഓർ ഫോൾസ് ചിലപ്പോൾ അവർ വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം.
ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ഈസ് എ സപ്ലൈ ഓഫ് സർവീസ്. നമ്മൾ ഗുഡ്സിൻ്റെ ടൈറ്റിൽ അവകാശം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ അതൊരിക്കലും സപ്ലൈ ഓഫ് സർവീസ് അല്ല, അത് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഫോൾസ് ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടൈറ്റിൽ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് സർവീസ് ആണെന്നാണല്ലോ, അത് സർവീസ് അല്ല, സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. സോ അതിൻ്റെ ആൻസർ ഫോൾസ് ആണ്. സെക്കൻഡ് വൺ, ലീസ്, ടെനൻസി, ഈസ്മെൻറ്റ്, ലൈസൻസ് ടു ഒക്യുപ്പൈ ലാൻഡ് ഈസ് എ സപ്ലൈ ഓഫ് സർവീസ്. നമ്മൾ ലീസും ടെനൻസിയും കൊടുക്കുമ്പോൾ, അത് ലീസ് കൊടുക്കുമ്പോൾ നമുക്ക് ഫിക്സഡ് ആയിട്ട് എന്ത് കിട്ടുന്നുണ്ട്, റെൻറ്റ് കിട്ടുന്നുണ്ട്, ലീസ് റെൻറ്റ് കിട്ടുന്നുണ്ട്. ടെനൻസി ചെയ്യുമ്പോഴും അതെ, ലൈസൻസ് കൊടുക്കുമ്പോഴും ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കാണ് നമ്മൾ ആ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് അത് എപ്പോഴും സപ്ലൈ ഓഫ് സർവീസ് ആയിരിക്കും. അതിന് നമ്മൾ ടൈറ്റിൽ, നമ്മുടെ അവകാശം ഒന്നും ട്രാൻസ്ഫർ ചെയ്യാത്തതുകൊണ്ട് അത് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ആയിരിക്കില്ല. അപ്പോൾ ഇത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലീസ്, ടെനൻസി എല്ലാം സപ്ലൈ ഓഫ് സർവീസ് ആണെന്നാണ്. സോ അത് ട്രൂ ആണ്. ദെൻ തേർഡ് വൺ, വർക്ക് കോൺട്രാക്ട് സർവീസ് ഈസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. വർക്ക് കോൺട്രാക്ട് സർവീസ് ഒരിക്കലും സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ല. കോൺട്രാക്ടർ നമ്മുടെ കോൺട്രാക്റ്റ് തരുന്ന വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് കിട്ടുന്ന അതിൽ നിന്ന് കോൺട്രാക്ട് ഫീ മാത്രമാണ്. സോ വർക്ക് കോൺട്രാക്റ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ല, സപ്ലൈ ഓഫ് സർവീസ് ആണ്. നമ്മളെപ്പോഴും പറയുന്നത് വർക്ക് കോൺട്രാക്ട് സർവീസ്, ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ നോക്കുക, വർക്ക് കോൺട്രാക്ട് സർവീസ് ഈസ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് വരത്തില്ല. വർക്ക് കോൺട്രാക്ട് സർവീസ് എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് സർവീസ് ആണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. Then next one, GST offers comprehensive and continuous chain of tax credit. ഈ ഒരു ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഫസ്റ്റ് സ്റ്റഡി നോട്ടിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ GST എന്ന് പറയുന്നത് ഓഫേഴ്സ് കോംപ്രിഹെൻസീവ് ആൻഡ് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ് ആണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അടുത്തത്, സർവീസ് പ്രൊവൈഡഡ് ബൈ എ ടൂർ ഓപ്പറേറ്റർ ടു എ ഫോറിൻ ടൂറിസ്റ്റ് ഇൻ റിലേഷൻ ടു എ ടൂർ കണ്ടക്റ്റഡ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് എക്സംപ്റ്റഡ് ഫ്രം GST. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ടൂർ ഓപ്പറേറ്റർ ഒരു ഫോറിൻ ടൂറിസ്റ്റിനാണ് കൊടുക്കുന്നത്. അതായത് ടൂറൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് എല്ലാം ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാം ഔട്ട്സൈഡ് ഇന്ത്യയിലായതുകൊണ്ട് അത് എക്സംപ്റ്റഡ് ഫ്രം GST ആണ്. സോ അവിടെ ടാക്സ് നമുക്ക് വരുന്നില്ല. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അടുത്തത്, ഡിസ്പോസൽ ഓർ സെല്ലിംഗ് ഓഫ് അസറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് സപ്ലൈ. ഡിസ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സാധനം എന്താണ്, പിന്നെ ഇനി ആ സാധനത്തിനൊരു എക്സിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ അതിനെ സപ്ലൈ ആയിട്ട് ഒരിക്കലും പറയില്ല. അപ്പോൾ ഡിസ്പോസ് ചെയ്യുന്ന ടൈമിലോ അസറ്റ് സെയിൽ ചെയ്യുന്ന ടൈമിലോ നമ്മളതിനെ സപ്ലൈ ആയിട്ട് പറയില്ല. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാവേ. ഡിസ്പോസൽ ഓർ സെല്ലിംഗ് ഓഫ് അസറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് സപ്ലൈ. നമ്മൾ അസറ്റ് സെയിൽ ചെയ്യുന്ന ടൈമിലോ ഡിസ്പോസൽ നടത്തുന്ന ടൈമിലോ അതിനെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സപ്ലൈ ആണ്, പക്ഷേ സപ്ലൈ ആയിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യില്ല. ഓക്കെ, ട്രീറ്റ് ചെയ്യില്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, പക്ഷേ അത് ആക്ച്വലി അത് സപ്ലൈ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് സപ്ലൈ എന്നാണ് വരേണ്ടത്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. അടുത്തത്, സർവീസ് ഓഫ് ട്രെയിനിങ് സെൻറ്റർ ഫോർ ആർട്സ് ഓർ കൾച്ചർ ഈസ് ടാക്സബിൾ. നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്റ്റഡി നോട്ടിൽ അതും പഠിച്ചിട്ടുണ്ട്. ട്രെയിനിങ് സെൻറ്ററിനൊക്കെ നമ്മൾ കൊടുക്കുന്ന സർവീസ് ഒരിക്കലും ടാക്സബിൾ സർവീസ് അല്ല, അതെല്ലാം എക്സംപ്റ്റഡ് ആണ്. പിന്നെ റിസീപ്റ്റ് ഓഫ് സർവീസസ് പ്രൊവൈഡഡ് ബൈ വേ ഓഫ് സ്പോൺസർഷിപ്പ് ടു എനി ബോഡി കോർപ്പറേറ്റ് ഓർ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് ലയബിൾ ടു പേ ടാക്സ്. അതായത് ഏതെങ്കിലും സ്പോൺസർഷിപ്പ് വഴി നമ്മുടെ ഏതെങ്കിലും ബോഡി കോർപ്പറേറ്റിനോ പാർട്ട്ണർഷിപ്പ് ഫേമിനോ കൊടുക്കുന്നതിനൊക്കെ ലയബിൾ ടു പേ ടാക്സ് ആണ്. അത് ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. കാരണം ഏതെങ്കിലും ബോഡി കോർപ്പറേറ്റോ പാർട്ട്ണർഷിപ്പ് ഫേമോ കൊടുക്കുന്ന സർവീസ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് കൊടുക്കണം, സ്പോൺസർഷിപ്പായിട്ട് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ടാക്സ് അടയ്ക്കണം. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ഫസ്റ്റ് വൺ, ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ഈസ് എക്സംപ്റ്റഡ് ഫ്രം GST അപ് ടു. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ബോക്സിലായിട്ട് നമുക്ക് ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റ് കാർഡിൻ്റെയും നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റും അതിന് എത്രത്തോളം GST വരുന്നുണ്ട്, എത്ര എമൗണ്ട് വരെ എക്സംപ്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ ഈസ് എക്സംപ്റ്റഡ് ഫ്രം GST അപ് ടു ₹2000 ആണ്. 2000 രൂപ വരെ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ എക്സംപ്റ്റഡ് ആണ്. Second question, under CGST Act established of same person with distinct GST registration number will be treated as, അതായത് സെയിം പാനിലുള്ള, അതായത് ഡിസ്റ്റിങ്ക്റ്റ് GST രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്, പക്ഷെ അവരൊരു സെയിം പേഴ്സൺ ആണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ അവരെ പറയുന്ന പേരാണ് ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺ. ഓക്കെ. Third question, a supply of goods or services or both is not leviable to tax under the CGST Act or under the IGST Act is.
CGST ആക്ട് പ്രകാരമോ IGST ആക്ട് പ്രകാരമോ ഗുഡ്സോ സർവീസസോ ലെവിയബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് നോൺ ടാക്സബിൾ സപ്ലൈ എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. GST will not be levied to mortgage, hypothecation, charge or pledge as these assets are not supply. ഇതിൻ്റെ മീനിങ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡ്ഗേജ് ചെയ്യുന്നു, പണയം വെക്കുന്നു, ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യുന്നു, ചാർജ് ഏതെങ്കിലും ഒരു അസറ്റിൽ നമ്മളൊരു ചാർജ് വെക്കുന്നു, അല്ലെങ്കിൽ പ്ലെഡ്ജ് പണയം വെക്കുന്ന ടൈമിലൊക്കെ അതിനെ ഒരിക്കലും നമ്മൾ സപ്ലൈ ആയിട്ട് ഒരിക്കലും GST ട്രീറ്റ് ചെയ്യാറില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം ട്രാൻസ്ഫർ മീൻസ് വേർ ദി ഓണർഷിപ്പ് മേ നോട്ട് ബി ട്രാൻസ്ഫേർഡ് ബട്ട് ദ റൈറ്റ് ഇൻ ഗുഡ്സ് റൈറ്റ് ഇൻ ദി ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ്. ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, പക്ഷേ ആ ഗുഡ്സിൽ ഒരു റൈറ്റ്, ഒരു അവകാശം മാത്രമാണ് കൊടുക്കുന്നുള്ളൂ. ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവിടെ മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവണം. അടുത്ത ക്വസ്റ്റ്യൻ. സർവീസസ് ബൈ വേ ഓഫ് സ്ലോട്ടറിങ് ഓഫ് ആനിമൽ ഈസ് ഡാഷ് സർവീസ്. അതായത് നമ്മൾ കശാപ്പശാലയുടെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലോട്ടറിങ് ഓഫ് ആനിമൽ എല്ലാം എക്സംപ്റ്റഡ് സർവീസാണ്. സോ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് സർവീസ്. ദെൻ 7th വൺ, ഗിഫ്റ്റ് നോട്ട് എക്സീഡിങ് ₹50,000. അത് നമുക്കറിയാമല്ലോ, എംപ്ലോയിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റിൻ്റെ വാല്യൂ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 50,000 എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണ്. സോ ഗിഫ്റ്റ് നോട്ട് എക്സീഡിങ് ₹50,000 ഇൻ ദ വാല്യൂ ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ബൈ ആൻ എംപ്ലോയർ ടു എംപ്ലോയി ഷാൽ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. ദെൻ 8th വൺ, GST rate on services by way of rendering of precincts of a dash place meant for general public is to be taken as. അതായത് നമ്മൾ precincts of a dash place, അതായത് റിലീജിയസ് പ്ലേസ്, നമ്മൾ റിലീജിയസ് പ്ലേസിൻ്റെ ആ ഒരു precincts എന്ന് പറഞ്ഞാൽ ആ ഒരു മേഖല നമ്മൾ റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു സർവീസിനെ നമ്മൾ നിൽ സർവീസ് ആയിട്ടാണ്, നിൽ റേറ്റഡ് ടാക്സ് ആയിട്ടാണ് കാണുന്നത്. ഇസ് മെൻറ്റ് ഫോർ ജനറൽ പബ്ലിക് ഈസ് ടു ബി ടേക്കൺ ആസ് നില്ല്. ലാസ്റ്റ് വൺ, CGST ഈസ് ഡാഷ് ഫോർ ബയോമെഡിക്കൽ വേസ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി. GST എക്സംപ്റ്റഡ് ഫോർ ബയോമെഡിക്കൽ വേസ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിയാണ്. GST ഏതിന്? ബയോമെഡിക്കൽ വേസ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിക്ക് GST കൊടുക്കണ്ട. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റഡി നോട്ടിന് വരുന്ന വർക്ക് ബുക്കിൽ വരുന്ന MCQസും അതിൻ്റെ 25 മാർക്കിനുള്ള MCQs. പക്ഷേ ഇവിടെ കുറച്ച് കൂടുതൽ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻസിലൂടെ ഞങ്ങളെ ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.